യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരംഭം അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം വളർന്നു വരുന്ന കാലങ്ങൾ അങ്ങനെയല്ലായിരുന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പരിചയം അങ്ങനെയല്ലായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ ആക്കി മാറ്റി, മാന്യനാക്കി മാറ്റി ദൈവം. യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. പെയിൻ. ആ പേരിന്റെ അർത്ഥം തന്നെ, അവൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ പുറത്തൊരു സീല് വീണതുപോലെ വീണ ഒരു പേരാണ്. ഇവനൊരു വേദനയാണ്. പലപ്പോഴും ഈ ഭൂമി നമുക്ക് നൽകുന്ന പേര്, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ അതെല്ലാം താൽക്കാലികമാണ്. മനുഷ്യര് നമുക്ക് നൽകിയതാണ്. ദൈവത്തിന് നിന്റെ ജീവിതത്തെക്കുറിച്ച് വേറൊരു പദ്ധതി ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നാം കേൾക്കുന്ന ഈ വിശ്വാസം, സ്തോത്രം, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്തു എന്നുള്ളത് അതിനകത്തെ ഒരു ഭാഗമാണെങ്കിലും അത്യന്തികമായി സ്വർഗത്തിൽ ദൈവം നിനക്ക് എഴുതി വച്ചിരിക്കുന്ന പേരിലേക്കുള്ള നിന്റെ ഒരു യാത്രയാ. അമ്മയിട്ട പേരാ, നീ ഒരു വേദനയാ. യബേസിന്റെ ജീവിതം അവിടെ തിരിയുവാൻ ഇടയായത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു പ്രാർത്ഥന. 10-ാം വാക്യം ഒന്ന് വായിക്കുമോ? യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. ആമേൻ. എന്റെ പേരിനൊത്ത ഒരു പ്രാർത്ഥനയല്ലത്. തന്റെ മേൽ വീണ പേരിനൊത്ത ഒരു പ്രാർത്ഥനയല്ലാതെ, ആ പേരംഗീകരിച്ച് അത് വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് അല്ലാതെ. സ്തോത്രം. അതിനപ്പുറത്ത് ദൈവത്തിൽ ചിലത് കണ്ട് അതിലേക്കുള്ള യാത്രയാണ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അതിനുവേണ്ടിയുള്ള വിശ്വാസമാണ്, അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. എന്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയാമോ? എന്റെ അതിര് വിസ്താരമാക്കുകയും, എന്റെ അതിര് നീ ഒന്ന് വിസ്താരമാക്കണം. ആമേൻ. ഹല്ലേലൂയ. വേദനയെന്ന് പേരുള്ളവൻ മിണ്ടാതിരിക്കണം, അടങ്ങിയിരിക്കണം, ഒതുങ്ങിയിരിക്കണം, മൂലക്കിരിക്കണം. ശത്രുവിന്റെ പദ്ധതി അതാ. നീ വലുതാഗ്രഹിക്കരുത്, നീ പേരാഗ്രഹിക്കരുത്, നീ അനുഗ്രഹം ആഗ്രഹിക്കരുത് എന്ന് ശത്രു നിന്റെ മേൽ വാദിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഡെസ്റ്റിനിയിലേക്ക് കുതിച്ചു യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കും. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ ദൈവം നമ്മെ വിളിക്കുക. ഈ ദൈവശബ്ദമാണ് ഞാൻ കേട്ടത്. The good fight of faith. The good fight of faith. Hallelujah. Amen. That takes you from where you are to where you should be. Amen. Hallelujah. Hallelujah. അവൻ പ്രാർത്ഥിച്ചു, അവസ്ഥകൾക്കപ്പുറമായി വിശ്വാസത്തിലുള്ള ഒരു പ്രാർത്ഥന. അവൻ എന്തുവാ പ്രാർത്ഥിച്ചത്? ദൈവമേ, എന്റെ അതിര് വിസ്താരമാക്കുകയും, എന്റെ അതിര് നീ വിസ്താരമാക്കുകയും, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന്, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന്, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം നൽകി. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആ പട്ടണത്തിന് യബേസിന്റെ പേരായി മാറി. അവന്റെ സഹോദരന്മാരെക്കാളെല്ലാം അവൻ മാന്യനായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ആ പട്ടണം അവന്റെ പേരിൽ അറിയപ്പെടുവാൻ ഇടയായി. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. സ്തോത്രം. 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലാണ് നമ്മളത് കാണുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ഫേമസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തൻ്റെ അവസാനത്തെ ലേഖനമാണ്. ചില മണിക്കൂറുകൾക്ക് ശേഷം താൻ രക്തസാക്ഷിയായി തീരാൻ പോകുകയാണ്.
അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് 2 തിമോത്തിയോസ് 4:6-7 ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ആമേൻ. അടുത്തിരിക്കുന്നു. താൻ സന്തോഷത്തോടെ ഇനി എനിക്ക് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ എന്നുള്ള താല്പര്യത്തോടെ അല്ല മരണത്തിലേക്ക് പോകുന്നത്. ഒരോട്ടമോടി തികയ്ക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുവാ പറയുന്നതെന്നറിയാമോ? ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. I have kept the faith. I have fought the good fight. ഇംഗ്ലീഷിൽ അതിനെ അങ്ങനെയാ പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ നല്ല പോർ പൊരുതി. തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ആകത്തുക, സ്തോത്രം, വിശ്വാസത്തിൻ്റെ ഒരു പോരായിരുന്നു അത്. ഹല്ലേലൂയ. തൻ്റെ മകനോട് പറയുമ്പോൾ 1 തിമോത്തിയോസ് ഇത് തന്നെയാണ് തൻ്റെ മകനോട് പറയുവാനുള്ളത്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ മുൻപുള്ള പേരെന്തായിരുന്നു? ശൗല്. ഒരു വേദനയായിരുന്നു, ഒരു തലവേദനയായിരുന്നു സഭകൾക്ക്, ഒരു നിന്ദയായിരുന്നു, ഒരു പേടി സ്വപ്നമായിരുന്നു. ആണോ? സ്തോത്രം. ഭയമായിരുന്നു, സഭകളെ പീഡിപ്പിക്കുന്നവനായിരുന്നു. സ്തോത്രം. എന്നാൽ അവന്റെ ജീവിതത്തില് എന്ത് ഒരു ശാപമായിരുന്നുവോ അവിടെ തന്നെ ദൈവം അവനെ അനുഗ്രഹമാക്കി മാറ്റി. സഭകളെ ഉളവാക്കുന്ന, സഭകളെ സ്ഥാപിക്കുന്ന, വിശ്വാസത്തിൽ ആത്മീയ മക്കളെ ജനിപ്പിക്കുന്നവനായി താൻ മാറി. ഒരു കാലഘട്ടത്തിൽ സഭയെ പീഡിപ്പിക്കുന്ന, നശിപ്പിക്കുന്നവനാണ് എന്നുള്ള പേരുകൊണ്ട് നടന്നവനെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അവന്റെ പേര് മാറ്റുകയാണ്. ദൈവം അവന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുകയാണ്. ദൈവത്തിന് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്. എവിടെ നീ ശാപമായിരുന്നുവോ, എവിടെ നീ നിന്നയായിരുന്നുവോ, അവിടെ തന്നെ നിന്നെ ഉയർത്തുന്ന ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. തന്റെ മകനോട് പറയുകയാ. 1 തിമോത്തിയോസ് 1:18 പറയുന്നു, മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം പറയുക മോനെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിനക്കിട്ടിരിക്കുന്ന ഒരു പേരുണ്ട്. ദൈവം നിന്റെ ജീവിതത്തെ കുറിച്ച് വെച്ചിരിക്കുന്ന ചില പദ്ധതികളുണ്ട്. അതിനെ ലാക്കാക്കി നീ ഓടണം. ഹല്ലേലൂയ. ഇന്നത്തെ നിന്റെ സാഹചര്യങ്ങളോ ഇന്നത്തെ നിന്റെ അവസ്ഥയോ അല്ല നിന്റെ ജീവിതത്തെ തീരുമാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നല്ല യുദ്ധസേവ, ഫൈറ്റ്. അവിടെയെല്ലാം ആ വാക്ക് ശ്രദ്ധിക്കണമേ. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ആ വേർഡിന്റെ മീനിങ് എടുത്ത് നോക്കുകയായിരുന്നു. ഫൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ വാക്ക് ഓഫ് ഫെയ്ത്ത്, ഇറ്റ് ക്യാൻ ബി എ ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. ഇറ്റ് ഈസ് എ ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. ആ ഫൈറ്റിന്റെ മീനിങ് എന്തുവാണെന്നറിയാമോ? എല്ലാവരും ഒന്ന് ഇംഗ്ലീഷ് ഡിക്ഷണറി തുറന്നൊന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് എ വയലന്റ് സ്ട്രഗിൾ. It is a combat. A combat. Hallelujah. Yes. Hallelujah. ഇതൊരു യുദ്ധമാണ്. Yes. സ്തോത്രം. വീണ്ടും 1 തിമോത്തിയോസില് പറയുകയാണ്. 1 തിമോത്തിയോസ് 6:12. ഇവിടെ വരുമ്പോഴാ നല്ല പോർ പൊരുതുക എന്ന് പറയുന്നു. ഇവിടെ വരുമ്പോൾ വിശ്വാസം എന്നൊരു വാക്ക് അതിനോട് കൂട്ടിച്ചേർക്കുകയാ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. Amen. Hallelujah. What is this good fight all about? It is a good fight of faith. Amen. Hallelujah. ഏത് ദൈവ മനുഷ്യരെ എടുത്തു നോക്കിയാലും നമുക്കറിയാം. യോസേഫിന്റെ കാര്യം,
താൻ കണ്ട സ്വപ്നമാണ് തൻ്റെ ജീവിതത്തിൽ പരിഹാസ വിഷയമായി മാറിയത്. ദൈവം തനിക്ക് കൊടുത്ത ദർശനവും സ്വപ്നവും തൻ്റെ ജീവിതത്തിൽ ഒരു പരിഹാസ വിഷയവും, തൻ്റെ ജീവിതത്തിൽ പിന്നീട് സഹോദരന്മാർ തന്നെ പീഡിപ്പിക്കുവാൻ ഇടയായ വിഷയം അത് തന്നെയായി മാറി. യോസഫിന് സ്വപ്നമില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടായിരുന്നോ? ഇത് പിടിക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങൾക്കകത്ത് കുരുങ്ങി പോകുന്നവരാ ദൈവമക്കളെ. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ഷോർട്ട് സൈറ്റഡ് ആയി പോകുന്നവരാണ്. ഹല്ലേലൂയ. But there is a greater destiny that the Lord has for you. Amen, amen, amen. ആ സ്വപ്നം കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അതാണ് തൻ്റെ ജീവിതത്തിൽ പ്രയാസത്തിനും പരിഹാസത്തിനും പീഡയ്ക്കും കാരണമായി മാറിയത്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി ആര്? യോസേഫ്. പറഞ്ഞേ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി. ആമേൻ. He fought. Jesus, yes. He fought. Amen, hallelujah. It's not going to be easy always. Yes. Amen. You have to fight your way through into your destiny. Jesus. Hallelujah. 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 ദൈവത്തിന്റെ വഴി വിടാൻ പറ്റത്തില്ല നമുക്ക്. Amen. 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 Hallelujah. നോർത്ത് നോക്കിക്കേ, യോസഫിന്റെ ജീവിതത്തിന്റെ യാത്ര നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ Jesus. എന്തുമാത്രം വേദനയിലും തകർച്ചയിലൂടെയും താൻ കടന്നുപോയി. റിജക്ഷനിലൂടെ കടന്നുപോയി. സ്തോത്രം. ഒരു കാലത്തും ഈ സ്വപ്നം ഇനി ഓർക്കരുത്. ഇതല്ലയോ എന്നെ ഈ കുഴിക്കകത്ത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ വെറുപ്പും വൈരാഗ്യവും. സ്തോത്രം. തൻ്റെ സഹോദരന്മാരോടുള്ള ആ കയ്പും ഒരു ജീവിതകാലത്തേക്ക് തന്നെ തടവറയിലാക്കി വെക്കാൻ അത് മതി. അത് മതി. ഹല്ലേലൂയ. Glory to God. Glory be to God. Amen. എന്നാൽ നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ നിലവുകളെ, നിന്റെ വാക്കുകളെ, നിന്റെ നടപ്പിനെ ദൈവഭയത്തിൽ നീ സൂക്ഷിച്ചാൽ നാലാം യാമത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. Amen. Hallelujah. കാരാഗ്രഹത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. Amen. പൊട്ടക്കിണറ്റിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. Praise be to God. ഏത് സ്വപ്നം നിന്റെ വേദനയായി മാറിയോ, ആ സ്വപ്നത്തെ നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ ദൈവം മതിയായവനാ. Amen. Hallelujah. പൂർത്തീകരിച്ചോ? സ്വപ്നക്കാരൻ യോസഫ് എന്ന് പറഞ്ഞ് കളിയാക്കിയെടുത്ത, നിന്ന പറഞ്ഞെടുത്ത ക്ഷാമകാലത്ത് ഒരു ദേശത്തെ മുഴുവൻ പോറ്റുവാൻ, സഹോദരങ്ങളെ പോറ്റുവാൻ ആ മനുഷ്യനെ ആ സ്ഥാനം വരെ എത്തുമ്പോ നമ്മൾ മരിക്കും. നമ്മൾ എന്തോ ചെയ്യും? മരിക്കും. സ്വയം മരിക്കും. 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 മരിക്കണം. ദൈവം തന്റെ മഹത്വത്തെ ആർക്കും കൊടുക്കത്തില്ല. No. As long as you hold on to yourself, you are not ready for the purposes of God. Yes. Hallelujah. മരിച്ചെന്നേ. നമ്മളാണ് ഒരു കുത്തു കൊടുത്തേനെ. സഹോദരന്മാര് വന്നപ്പോഴേ ഇല്ല, മരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. മരിച്ചു. മരിച്ചു. ദൈവം തന്നെ വലിയതായിട്ട് ഉപയോഗിക്കുക. പക്ഷെ സ്വയത്തെ ചേർത്ത് ചിന്തിക്കുവാൻ ഇനി ജീവിതത്തിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. Glory to God. Glory be to God. Amen. ഈ വിശ്വാസത്തിന്റെ പോർ പൊരുതുവാൻ ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുമോ? കൊടുക്കുമോ? Hallelujah. This is the call of God upon your life. Hallelujah.
എത്ര പറഞ്ഞാൽ തീരും? ആരുടെയൊക്കെ ഉദാഹരണം പറഞ്ഞാൽ തീരും? ഓർക്കണം, ഇന്ന് നിന്റെ വേദന എന്താണോ, നിന്റെ പരിഹാസ വിഷയം എന്താണോ, നിന്റെ നിന്ന എന്താണോ, അതിനകത്ത് നിന്ന് പോരാടുവാൻ ദൈവം നിന്നെ വിളിക്കുക. Jesus, hallelujah. Hallelujah. Amen, amen, amen. നിന്റെ Hallelujah. യുദ്ധം വേറെയാ. അയലോക്കത്തുള്ളവൻ അതുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകരുത്. സ്തോത്രം. God has tailor-made things for your life. Yes, amen. നിന്നെ ഏത് വഴിയിലൂടെ കൊണ്ടുപോയാൽ നീ നേരെയാകുമെന്ന് ദൈവത്തിന് അറിയാമെന്നേ. ഹല്ലേലൂയ. നീ ഒന്ന് മരിക്കണം, നീ ഒന്ന് മുട്ടേ വരണം. സ്തോത്രം. Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah. ഞാൻ പറയട്ടെ, വേദനയ്ക്കകത്തും വിഷാദ മനോഭാവത്തിന്റെ അകത്ത് പോകുന്നതും ഹല്ലേലൂയ, ദൈവത്തിന്റെ അത് വഴിയല്ല. സ്വയത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണെന്ന് ദൈവമക്കൾ മറക്കരുത്, മറക്കരുത്. അതേ, അഹങ്കരിക്കുന്നത് സ്വയത്തിന്റെ ഒരു വലിയ പ്രകടനം തന്നെ. പക്ഷെ മിണ്ടാതിരിക്കുന്നത്, വിഷാദ മനോഭാവത്തിലേക്ക് പോകുന്നത്, സ്വയചിന്തകളുടെ ആ വലിയ ആ ജയിലിനകത്ത് പൂട്ടിക്കിടക്കുന്നത് സ്വയത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. Yes. അതൊരു ശാപമാ ദൈവമക്കളെ, Yes. ശാപമാ. ഇല്ലാത്തവേ, നിന്റെ വഴികളെ വിട്ട് Yes, oh God. ഒരു നാളിലും വലിയ ദൈവഭയം Jesus, yes. ജീവിതങ്ങളെ കയറി പിടിക്കട്ടെ. Amen, hallelujah. പോരാടി അപ്പുറം കടന്ന് നിൽക്കുന്ന പ്രാഗൽഭ്യത്തിലാ ദൈവമക്കളെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പേര് കൂട്ടി വിളിച്ച് നിന്ദിച്ച് ഹല്ലേലൂയ ഒരു ജീവിതകാലം തലയുയർത്തുവാൻ കഴിയാതെ വണ്ണം. സ്തോത്രം. ഞാൻ കടന്നുപോയത് നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരത്തില്ല. അതെന്റെ ട്രാക്കാ, അതെന്റെ യുദ്ധമാ. സ്തോത്രം. പറഞ്ഞേ, എനിക്കൊരു യുദ്ധമുണ്ട്, എനിക്കൊരു യുദ്ധമുണ്ട്. അത് ജയിക്കണം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവർ പ്രാർത്ഥിക്കും, ആശ്വസിപ്പിക്കും. അത് നമുക്ക് വേണം, തന്നെ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ, അതെല്ലാം നമുക്ക് വേണം. ബട്ട് സർട്ടൻ വേസ്, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ സഞ്ചരിക്കുമ്പോഴും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. Glory be to God. നിനക്ക് പറയാൻ ഒരു കഥയുണ്ടാകട്ടെ. നീ എവിടെ നിന്ദിക്കപ്പെട്ടുവോ അവിടെ തന്നെ നിന്നെ മാനിച്ചുയർത്തുവാൻ സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. Jesus. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഗ്ലോറി ടു ഗോഡ്. Jesus. എത്ര പറഞ്ഞാലാകും. അബ്രഹാം പിതാവിന്റെ ഏറ്റവും വലിയ നിന്ന എന്തുവായിരുന്നു? ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. ബഹുജാതികൾക്ക് താൻ പിതാവായി തീരുമെന്നുള്ള വാഗ്ദത്തം തൻ്റെ ജീവിതത്തിൻ്റെ മേൽ ലഭിച്ചു. എന്നാൽ ഇന്നും 20 വർഷം കഴിഞ്ഞിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ നിന്ന എന്നാണ്? മക്കളില്ല, മക്കളില്ലെന്നേ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? വാഗ്ദത്തം കിടക്കുന്നിടത്ത് തന്നെയാ പോരാട്ടം കിടക്കുന്നത്. ഹല്ലേലൂയ. Don't try to make it easy for yourself. No, no, no. Hallelujah. No. ഇതിനകത്തൊരു ഷോർട്ട് കട്ട് എടുത്തേക്കാം, ഒരു എളുപ്പ വഴി എടുത്തേക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് നിന്നെ നടത്തി കൊണ്ടുപോകണം, നീ മരിക്കുന്നിടം വരെ. മരിക്കാൻ തയ്യാറുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിനെ ഒന്ന് സ്തുതിച്ചേ. Glory to God. Glory be to God. Hallelujah.
ഇത് രക്തസാക്ഷികളുടെ കൂട്ടായ്മയാ. Glory to God. Hallelujah. Amen. ഒരു വർഷം മുൻപ് വിട്ടുകളഞ്ഞായിരുന്നെങ്കിലോ അബ്രഹാം പിതാവ്, ഇതൊന്നും നടക്കത്തില്ലെന്നേ, എന്തോ അശരീരി ഉണ്ടായതായിരിക്കും, ഇത്രയും നാള് നടന്നിട്ട് ഒന്നും കണ്ടില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടിക എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത്, ഇവരിൽ പലരും അവരുടെ വാഗ്ദത്തങ്ങളെ കാണാതെ. ഹല്ലേലൂയ. ദൈവമക്കൾക്കറിയാമോ, ഇവിടം കൊണ്ട് പോലും തീരുന്നില്ല നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. നിത്യതയിൽ. സ്തോത്രം. ഹല്ലേലൂയ. Glory to God. Our life is beyond this life. Hallelujah. Let us fight the good fight of faith. Amen. Hallelujah. അങ്ങനെയുള്ള ഒരാളെ ദൈവത്തിന് കിട്ടിയാൽ മതി. സ്തോത്രം. അങ്ങനെയുള്ള ഒരാളെ ദൈവത്തിന് കിട്ടിയാൽ മതി. രണ്ടുണ്ടെങ്കിൽ നല്ലത്, മൂന്നാണെങ്കിൽ വളരെ നല്ലത്, നാലിനെ കിട്ടിയാൽ പിന്നെ നിർത്താൻ കഴിയത്തില്ല. Glory to God. Hallelujah. നോബൽ പ്രൈസ് ആരുടെ പേരിലാ അത് കൊടുക്കപ്പെടുന്നതെന്ന് നമുക്കറിയാലോ. ആരാത്? ആൽഫ്രഡ് നോബൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ കഥ. അദ്ദേഹത്തിൻ്റെ പിതാവ്, അതെ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ആംസ് ആൻഡ് അമ്യൂണേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന, ഇമ്മാനുവേൽ എന്നായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. വെരി റിച്ച് പീപ്പിൾ. അത് തന്നെ ഇൻഹെറിറ്റ് ചെയ്ത് ഇദ്ദേഹം ഡൈനമൈറ്റ് കിങ് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര്. ഒരുപാട്, ഏകദേശം 100ഓളം ഫാക്ടറികളിൽ ആയുധങ്ങൾ, യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ ഉണ്ടാക്കി അത് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു കാര്യം സംഭവിച്ചു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിക്കുവാനിടയായി തീർന്നു. ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ലുഡ്വിഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു മരിച്ചത്. അപ്പോൾ ആ വാർത്ത ഫ്രഞ്ച് ന്യൂസ് പേപ്പറിൽ 1888 ഫ്രഞ്ച് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു. ദ മർച്ചന്റ് ഓഫ് ഡെത്ത്. അദ്ദേഹത്തെ അങ്ങനെയും പറയുമായിരുന്നു, ദ മർച്ചന്റ് ഓഫ് ഡെത്ത് ഹാസ് ഡൈഡ്. സഹോദരനാ മരിച്ചതെങ്കിലും ആൽഫ്രഡ് നോബിൾ ആണ് മരിച്ചതെന്ന് വിചാരിച്ച് ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത പത്രത്തിൽ വന്നു. ആ വാർത്ത ഇദ്ദേഹം വായിക്കുവാനിടയായി തീർന്നു. പിൻകാലങ്ങളിൽ അല്ല, അതിനോട് തുടർന്ന് മറ്റ് പല ഫാക്ടേഴ്സും അതിനകത്തുണ്ടായിരുന്നു. തന്നെ സ്വാധീനിച്ച ഒരു ഓസ്ട്രിയൻ നോവലിസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റ് പല കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് വൺ ഓഫ് ദ മെയിൻ തിങ്സ്, എൻ്റെ മരണത്തിന് ശേഷം ഇങ്ങനെയൊരു കയ്യെഴുത്താണല്ലോ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുവാനുള്ളത് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ ആകമാനം പിടിച്ചു കുലുക്കി. What is it that will be written on my obituary? The merchant of death is dead. ഇതൊരു റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം വലിയൊരു തീരുമാനമെടുക്കുവാനിടയായി തീർന്നത്. മില്യൺസ്, $multi-million ഉണ്ടായിരുന്ന തൻ്റെ ബിസിനസ്, അതിനെല്ലാം താൻ ഒരു വിൽപത്രം എഴുതി വെച്ചു. No, I don't want to be known as the merchant of death. I want to be known as the man of peace. Hallelujah. Amen. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഈ ലോകത്തിന് പറയുവാനുള്ളത് എന്ത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് തന്നെ സ്വാധീനിച്ച് താൻ എടുത്ത വലിയൊരു തീരുമാനമാണ്. തൻ്റെ വിൽപത്രം അങ്ങനെ എഴുതി വെച്ചു. ഇത്രയും സബ്ജക്റ്റുകളിൽ മനുഷ്യരെ നശിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നറിയപ്പെടുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരു വേദന എന്നറിയാനല്ല, ഒരു പരാജയം എന്നറിയപ്പെടുവാനല്ല. സ്തോത്രം.
ഹല്ലേലൂയ. ആമേൻ. നിരാശയിൽ ജീവിച്ച ഒരു വ്യക്തി എന്നറിയപ്പെടുവാനല്ല, കയ്പിൽ ജീവിച്ച ഒരു വ്യക്തി എന്നറിയപ്പെടുവാനല്ല. ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാ. ആൽഫ്രഡ് നോബിൾ ഇങ്ങനെ പറഞ്ഞു, സമാധാനത്തിൻ്റെ പേരിൽ, ഏത് പേരിൽ ഈ ലോകം എന്നെ അറിയുവാനുള്ള സാധ്യതയുണ്ടോ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ വിൽപത്രം മുഴുവൻ എഴുതി വെച്ചു. വരുന്ന നാളുകളിൽ മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്ത, സമാധാനം വിതരണം ചെയ്തു കൊടുത്ത, മനുഷ്യരെ മാനിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ പേരിൽ ഈ അവാർഡുകൾ അവർക്ക് കൊടുക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. വലിയൊരു ഗുണപാഠമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുന്നത്. ഹൗ ഡു യു വാണ്ട് ടു ബി നോൺ? വാട്ട് ഷുഡ് ബി റിട്ടൺ ഓൺ യുവർ ഒബിച്വറി? നിങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ സമയം അധികമില്ല ദൈവമക്കളെ. ഇന്നൊരു ദിവസം ജീവിക്കാൻ കിട്ടിയാൽ മര്യാദയ്ക്ക് ദൈവഭയത്തിൽ ജീവിക്കാൻ പഠിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. 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 സമയം അധികമില്ല. സ്തോത്രം. കർത്താവേ, ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ പേരിനോട് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്തായിരിക്കണം എന്നുള്ളത് ഇന്നേ എൻ്റെ ജീവിതത്തിൻ്റെ ദർശനമായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. അതെൻ്റെ ഹൃദയത്തെ പിടിക്കുവാനിടയാകട്ടെ. സുഖകരമായ ജീവിതത്തിൻ്റെ ഉടമയായി തീരണമെന്നൊരു താല്പര്യമല്ല കർത്താവേ, നീ ഏൽപ്പിച്ച ചിലതിനെ തികച്ചെടുക്കുവാൻ അത്രേ നീ എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ.